നമ്മളൊക്കെ ഈ ടി വി ഒക്കെ വാങ്ങിച്ച് വാർത്ത കാണാനൊക്കെ വാങ്ങിച്ചെങ്കിലും നമ്മളൊക്കെ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ദൈവവചനമൊക്കെ കേൾക്കാമല്ലോ. അങ്ങനെ വാങ്ങി. പക്ഷെ ഇപ്പം എന്നാ കാണുന്നത്, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെ നേരം വൈകുന്നേരം ആകുമ്പം കുറേ അമ്മാവന്മാർ കുറേ ടിഷ്യൂ പേപ്പറും കൊണ്ടുവന്ന് ഇങ്ങനെ കണ്ണുനീരൊപ്പുക. സ്വത്രം കണ്ണീർ പരമ്പര കാണുക. ദൈവവചനം കാണാൻ നിനക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീടെടുക്കേഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെന്നറിയാമോ? നിൻ്റെ അപ്പന് വലിയ വിദ്യാഭ്യാസവും പണവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ക്രിസ്തീയ വീടുകൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണം നേരം വെളുക്കുമ്പോഴും നേരം സന്ധ്യയ്ക്കും മക്കളെ നിരത്തിയിരുത്തി അവർ സന്ധ്യാപ്രാർത്ഥന നടത്തുമായിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. മുണ്ടും പുറുക്കിയെടുത്ത് അവർ ദൈവത്തെ സേവിച്ചപ്പം തന്നെ നിന്റെ മേൽ കണ്ണുനീർ ചാലുകൾ വീഴ്ത്തി കരഞ്ഞു. അത്രയൊക്കെ കഴുകി വർത്തി സ്തോത്രം പറയാൻ കഴിയും. ഈ ഞാൻ ഇടയാറന്മുള എന്ന സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. ഇടയാറന്മുള ഈ റാന്നി മുതൽ ചെങ്ങന്നൂർ വരെ ഇടവഴികളായിരുന്നു പണ്ട്. റാന്നിയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ ചെങ്ങന്നൂർ ചന്തയെ കൊണ്ടുവരും. അന്ന് കൊച്ചു കാളവണ്ടിയിലാണ് പോകുന്നത്. കാളവണ്ടി ഇടവഴികളിൽ ഈ കുന്നും മലകളുടെ ആ ഇടവഴിയുടെ രണ്ട് സൈഡിലും ക്രിസ്തീയ കുടുംബങ്ങൾ കുടിയടപ്പ് കിടന്നു. അന്ന് ഇതൊക്കെ കേട്ടോണ്ട് വേണം പാൻ. കുടിയടപ്പ് 5 സെൻറ്റോ 6 സെൻറ്റോ ഒക്കെ കുടിയടപ്പ് കിടന്നു. പക്ഷേ ഈ യാത്രികർക്ക് ഭയമില്ലായിരുന്നു അവിടെ കൂടെ യാത്ര ചെയ്യാൻ. കാര്യമെന്നറിയാമോ? ഈ ക്രിസ്തീയ വീടിൽ നിന്ന് എല്ലാ രാത്രിയിലും സ്തോത്രഗീതം ഉയരുമായിരുന്നു, പ്രഭാത ഗീതങ്ങൾ ഉയരുമായിരുന്നു. നിന്റെ തലമുറയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? പ്രഭാത പ്രാർത്ഥനയുണ്ടോ? ഈ ആദാമേ നീ എവിടെയെന്ന് തമ്പുരാൻ ചോദിച്ചപ്പോഴേ അതിൻ്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാ. 8 മണിക്ക് നിന്റെ തലമുറ എവിടാ? 10 മണിക്ക് എവിടാ? 11 എവിടാ? നിനക്ക് തന്നെ ഉറപ്പുണ്ടാകണം. കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. പ്രഭാത ആരാധനയായി നമ്മുടെ ആരാധനകൾ മാറണം. സന്ധ്യ ആരാധനകളായി നമ്മുടെ ഈ പ്രഭാതത്തിലൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. എന്താ പാട്ട്? കൊടുങ്കാറ്റുണ്ടി വനദേശത്തും പ്രിയനേ എന്നെ വിടല്ലേ. കണ്ടോ? എത്ര പേർക്ക് അറിയാവുന്നറിയാനായി പാട്ട് ഞാൻ പാടുന്നത്. സ്വതന്ത്രം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ ആണ്. ഇതൊക്കെ പഠിക്കണമെന്നേ. സ്വതന്ത്രം. അങ്ങനെ പ്രഭാതാരാധനയും സന്ധ്യാരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, അതൊക്കെ മടങ്ങി വരണം. അപ്പം അന്ന് ടി വി വാങ്ങിയത് ഇതൊക്കെ പറഞ്ഞ് പറയാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് ലൈവ് ടെലികാസ്റ്റായി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി പരിപാടി നടക്കും. അപ്പോൾ ഇപ്പോഴെന്തേ ലൈവ് നടന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ഇവിടെ ടി വിയും ഓബിവാനും ഒന്നും വേണ്ട. ഞാൻ പറയാറുണ്ട്, തീപ്പെട്ടി കൂടിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള മൊബൈൽ ഫോണ് ഇവിടെ നിന്ന് തുറന്ന് വെച്ചിട്ടില്ല, FB ലൈവ് അങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മളിവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇരുന്നുകൊണ്ട് എത്ര തവണ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടു, ദൈവദാസനെ കണ്ടു. അപ്പോൾ ഇവിടെ നടക്കുന്ന ലോകം മുഴുവൻ കാണും. കേരളത്തിലെ കുഗ്രാമങ്ങളിൽ നടക്കുന്നത് ലോകം മുഴുവൻ കാണും. കുമ്പനാട് കൺവെൻഷൻ ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ഇറങ്ങും മുമ്പ് 18,000 ആളുകൾ കണ്ടു കഴിയുക. മൂളുന്നതും എല്ലാം കേൾക്കാൻ കഴിയും. ഇപ്പം നിനക്ക് മനസ്സിലായി ഇത് കിട്ടിയപ്പം. ഇതെന്തിനാണെന്നറിയാമോ? യെരൂശലേമിൽ കിടക്കുന്ന ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ ബോഡി ലോകം മുഴുവൻ കാണും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയാം, ഇതുവരെയുള്ള സംഭവിച്ചെങ്കിൽ ഇനിയുള്ളത് സംഭവിക്കും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറയാം. നമ്മുടെ കരങ്ങളെ അടിച്ച ശക്തിയോടെ സ്തോത്രം പറയാം. വേദപുസ്തകം പറഞ്ഞത് മുഴുവൻ പലതും സംഭവിപ്പാൻ പാടില്ലാത്തതായിരുന്നു, വിശ്വസിപ്പാൻ കഴിയാത്തതായിരുന്നു. അത് സംഭവിച്ചെങ്കിൽ ഇതും സംഭവിക്കും. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൻ മുമ്പേ പോകുന്നു, അമ്മ പുറകിന് പോകുന്നു, അതിന്റെ പുറകിന് സിംശോൻ പോകുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു.